പാർട്ടിയിൽ തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ പരാജയം പാർട്ടിക്കേറ്റ മുറിവാണ്. പാർട്ടി വോട്ട് ചോർന്നോ എന്ന് പരിശോധിക്കണം. ലോകമർദ്ദനത്തെ എതിർക്കുന്ന ശക്തമായ നിലപാട് സിപിഐ സ്വീകരിക്കും. വേദിയിലിരിക്കാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് കെ ഇസ്മായിലിനെ വിളിക്കാതിരുന്നതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ വീണ്ടും തെരഞ്ഞെടുത്തു. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. അതിനിടെ തനിക്കെതിരെ സമ്മേളനങ്ങളിലടക്കം ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൂടി ബിനോയ് വിശ്വം മറുപടി പറയുന്നുണ്ടോ? അതെ ജിൽസി, പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നലെ രാത്രിയോട് പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നുകൊണ്ട് മറുപടി തയ്യാറാക്കി. സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ആണ് അല്പസമയം മുമ്പ് അതിന് മറുപടി നൽകിയത്. ആ മറുപടിയിലാണ് വിവിധ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസം ഉയർന്നു വന്ന വിമർശനങ്ങളെക്കുറിച്ചുള്ള മറുപടി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താൻ നേതൃത്വം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ. പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPI ഒരു വിട്ടുവീഴ്ചയുമില്ല, പറയേണ്ട കാര്യങ്ങൾ ആരെടുത്തായാലും പറയും എന്ന് പറയുകയുണ്ടായി. പിന്നീട് കെ ഇസ്മായിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി പറയുകയുണ്ടായി. കെ ഇസ്മായിലിന് വേദിയിലിരിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കാതിരുന്നത്. കെ ഇസ്മായിൽ തെറ്റുതിരുത്തണം. കെ ഇസ്മായിലിനെ ഒപ്പം ഒഴിവായി പോയ സി ദിവാകരനും പന്നിൻ രവീന്ദ്രനുമെല്ലാം സമ്മേളന വേദിയിൽ ഇപ്പോഴുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് കെ ഇസ്മായിൽ ഇല്ലാത്തത്? അദ്ദേഹത്തിന് മാത്രം എന്താണ് അങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. താൻ നേരിട്ട് കെ ഇസ്മായിലിനെ കണ്ടിരുന്നു, എന്നിട്ടും ഫലമുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനങ്ങളാണ് കെ ഇസ്മായിലിനെതിരെ മറുപടി പ്രസംഗത്തിൽ കാണാൻ കഴിഞ്ഞത്. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ പൊതുവെ നല്ല രീതിയിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തുന്നത്. അനാവശ്യമായി അവരെ വിമർശിക്കരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെയാണ് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്, നേതൃത്വം തിരുത്താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പിന്നീട് 103 പേരടങ്ങുന്ന പുതിയ കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. 103 പേരടങ്ങുന്ന പുതിയ കൗൺസിൽ ചേരുകയും സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറിയായ D രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് പുതിയ സംസ്ഥാന കൗൺസിലിന് മുന്നിലേക്ക് വെച്ചത്. അത് ഐകകണ്ഠേന കൈയടിച്ച് പാസാക്കി പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വരികയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. നേരത്തെ കാനം രാജേന്ദ്രൻ മരിച്ച പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതെങ്കിൽ ഇപ്പോൾ സമ്മേളനത്തിലൂടെ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കുകയാണ്. സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ട്. അത് വരും സമയങ്ങളിൽ എന്തായാലും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട ആൾക്കാർ, ഒന്ന് മീനാങ്കൽ കുമാർ ATCയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും അടക്കമുള്ള 2 പേരെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അവരിവിടെ ഇല്ല, അവർ പരസ്യമായി ചിലപ്പോൾ പ്രതികരണത്തിലേക്ക് കടന്നേക്കാം ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. GS ജയലാൽ ചാത്തന്നൂർ MLA ആണ്. അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിലിൽ ഇത്തവണ ഉൾപ്പെടുത്തിയില്ല. നേരത്തെ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചാത്തന്നൂരിലെ ഒരു ആയുർവേദ ആശുപത്രി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന കൗൺസിലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഇത്തവണ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടില്ല. പിന്നെയുള്ളത് ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറിയായ KK ശിവരാമൻ. KK ശിവരാമന് 73 വയസ്സാണ് പ്രായം. പക്ഷേ 75 പ്രായപരിധി. പക്ഷേ അദ്ദേഹത്തെ ഈ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, V ചാമുണ്ണി അടക്കമുള്ളവർ സംസ്ഥാന കൗൺസിലിൽ നിന്ന് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കി പോവുകയാണ്. E ചന്ദ്രശേഖരൻ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പുതിയ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ചില അതൃപ്തികൾ നിലനിൽക്കുന്നുണ്ട്. പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തിട്ടില്ല. അത് പാർട്ടി കോൺഗ്രസിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ.